മോർണിംഗ് എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. പിന്നെ ഇപ്പോൾ രാവിലെ മൂത്താൾ പോയി ദോശയൊക്കെ ഉണ്ടാക്കി അടച്ചു വെച്ചിട്ട് പോയതാണ് കേട്ടോ. ഒരാൾ ഉണ്ടാക്കിക്കൊന്ന് പോയി. പിന്നെ രണ്ടാമത്തെ ആൾ ചുമയും. എല്ലാവർക്കും ഞാൻ പറഞ്ഞല്ലോ, എല്ലാവർക്കും കൂടി ഒരു വയ്യായി വന്നു. ചുമയും കാര്യങ്ങളൊക്കെ. ചുമയും പല്ലൊക്കെ തേപ്പിച്ച് കൊണ്ടുവന്നാണ്. ഇനി ഞാൻ കുളിപ്പിക്കട്ടെ. അയ്യോ വെയില കണ്ടേ. എന്നിട്ടത് കഴിഞ്ഞ് യൂണിഫോം ഒന്ന് മാറ്റണം. അപ്പോൾ പിന്നെ ദോശ കൊടുക്കണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. എന്നിട്ട് പിന്നെ അടിക്കണം, തുടയ്ക്കണം, വാരണം. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കാം. അവർക്ക് കറി ഇല്ലാണ്ട്, ദോശയാണെങ്കിൽ കറി ഇല്ലാണ്ട് കഴിച്ചു കേട്ടോ. ദോശ അല്ലാത്ത പിന്നെ കറി ഇല്ലാണ്ടും കഴിക്കും. അവർക്ക് ദോശയാണെങ്കിൽ കഴിക്കും. പിന്നെ തക്കാളിക്കറി സോയാബീൻ ഒക്കെ ആണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. കഴിച്ചു. അപ്പൊ ഇവന് ആയിക്കോട്ടെ. അയ്മ കളിക്കരുത് ഇടയ്ക്ക് താവുണ്ട്. അങ്ങനെ ഇവനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് എൻ്റെ മരുന്ന് ചുമയും പനിയും ഒക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. അവനും എക്സാമിന് പഠിക്കൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് ഇവന് ദോശ ചുട്ടുകൊടുത്ത് ഇവനൊന്നങ്ങ് പറഞ്ഞയച്ചാൽ നമുക്ക് അടിക്കാനും തുടയ്ക്കാനും ഒക്കെ നിൽക്കാം. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കുളിക്കുള്ളൂ. ഇവൻ പോയിട്ട് അടിക്കലും തുടയ്ക്കലൊക്കെ കഴിഞ്ഞിട്ടേ ഞാൻ കുളിക്കുള്ളൂ. അതുവരെ ഞാൻ കുളിക്കില്ല. കാരണം എൻ്റെ പണി കഴിയില്ല. അപ്പോൾ എൻ്റെത് കഴിഞ്ഞാൽ ആ 9:45 എനിക്ക് ഇവൻ്റെ എല്ലതും കഴിഞ്ഞ് വരുമ്പോഴത്തേന്. അപ്പോൾ അതിന് കുളിക്കാനുള്ള നേരം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഓക്കെ. അപ്പോൾ ഇവനെ ഞാനൊന്ന് മേല് കഴുകിയിട്ട് വരാം. ദോശ ഞാൻ ഒന്ന് ചൂടാവട്ടെ. അപ്പം നമുക്ക് ദോശ ഒഴിക്കാം കേട്ടോ. അപ്പം ഇവന് യൂണിഫോം ഇട്ട് കൊടുക്കണം. ആദ്യം ഒന്ന് മേല് കഴുകിയിട്ട് കൊണ്ടുവരാം. ഉറക്ക് പോയിട്ടില്ല. നേരം കിടക്കുന്നത് 12:30 മണി ഉറങ്ങണമെങ്കിൽ. അതുകൊണ്ട് ഉറക്ക് നല്ല ഉണ്ട്. അപ്പോൾ യൂണിഫോം ഞാൻ മേലേക്ക് ഷർട്ട് വരും. ഇതിവിടെ കൊണ്ടു ദോശ പാകട്ടോ. ഇനി പോയി കുളിച്ചിട്ട് വേഗം ദോശ പാകട്ട് വരാൻ. പോയി വേഗം കുളിച്ച് മേലേക്ക് വാ. നേരം 9:15 വെച്ചല്ലേ. ഷർട്ട് ഊരേ മേല് കഴുകുന്നേ. ഷർട്ട് ഊരിട്ട് മേല് കഴുകു. പൊതുനവൻ കുളിക്കാൻ കയറിയിട്ടാ. ഒന്ന് മേല് കഴുകിയിട്ട് വരും. കുളിക്കുകയും ചെയ്യും, പക്ഷെ നല്ല വൃത്തിയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അവന് ഒന്ന് മേല് കഴുകാൻ കയറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ദോശ ഒന്ന് അടിയിൽ ഇങ്ങനെ ഊറി നിന്നിട്ടുണ്ട് കേട്ടോ. അത് നമ്മളിങ്ങനെ ഈ ദോശ കുറേ നേരം ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അടച്ചു വെച്ച് പോയാൽ അത് അടിയിൽ ഇങ്ങനെ ഊറി ഇങ്ങനെ നിൽക്കും. വെള്ളം മുകളിലേക്കായിട്ട് കട്ട പിടിച്ച പോലെ നിൽക്കും. ഒന്ന് ഇളക്കി പോകും. കുറച്ച് പ്രയാസം. താഴെ പോയോ. ഇവിടെ എല്ലാവർക്കും ദോശ, എൻ്റെ ചെറിയ 2 മക്കൾക്കും ദോശ ഭയങ്കര ഇഷ്ടമാട്ടോ. എൻ്റെ സച്ചുവിനും റിച്ചുവിനും എപ്പോൾ ദോശ കിട്ടിയാലും അവർക്ക് ഇഷ്ടമാണ്. പക്ഷെ എൻ്റെ ഭവ്യമോൾക്ക് വല്ലപ്പോഴേ ഇഷ്ടമുള്ളൂ. ദോശ എപ്പോഴും ആയാലും ഇഷ്ടമല്ല. എനിക്ക് എന്തായാലും കുഴപ്പമില്ല കേട്ടോ. ദോശ ആയാലും എന്തായാലും കുഴപ്പമില്ല. അപ്പോൾ ഇനി അവനെ ഒന്ന് മാറ്റി കൊടുക്കട്ടെ. അപ്പോൾ നമ്മളുടെ ഒരു ദോശ റെഡി ആയിട്ടുണ്ട്. ഓക്കെ. ഇനി നമുക്ക് സ്പീഡൊന്ന് കൂട്ടിയിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം.
നമ്മുടെ ദോശയ്ക്ക് വയ്ക്കുമ്പോഴേ നല്ല ചൂട് വേണം കേട്ടോ അതിൻ്റെ ചീനപ്പാത്രം. എങ്കിൽ മാത്രമേ ആ ദോശ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടുള്ളൂ. നല്ല കുഞ്ഞു കുഞ്ഞു കുഴിയൊക്കെ ആയിട്ട് ദോശ നല്ല കിട്ടുള്ളൂ. അരി മുക്കൊക്കെ എല്ലാം എല്ലാ സൈഡും ഒരുപോലെ വെന്ത് കിട്ടുള്ളൂ. അല്ലാത്തതാണെങ്കിൽ അധികം ചൂടാവാതെ ഇത് ഓർമ്മയില്ല, ഞാനും ഉറച്ചിട്ടുണ്ട് അങ്ങനെ കേട്ടോ. അങ്ങനെ ഒഴിച്ചത് ഇതുപോലെ ഇരിക്കും കേട്ടോ. ചിലർക്ക് അത് ഇഷ്ടമായിരിക്കും, പക്ഷെ ചിലർക്ക് എൻ്റെ മോൾക്കൊന്നും ഇഷ്ടമല്ല അങ്ങനെ. അപ്പോൾ ഇതാ ഞാൻ അവനൊന്ന് കുളിക്കാൻ കൊണ്ടോട്ടെ. അപ്പോൾ ഈ ദോശ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കുകയാണ്. ചായ കൊടുക്കാൻ പോവാട്ടോ. കഴിഞ്ഞാ പറഞ്ഞത് കറണ്ട് പോയിന്ന്. ഇൻവേർട്ടർ ആകുമ്പോൾ പിന്നെ മിസ്റ്റിട്ടാൽ ശരിയാവുമോ? ശരിയോ കൂട്ടിയാപ്പിളേ? ഇവിടെ എൻ്റെ ബെൽറ്റ് എവിടെ വന്നിട്ട് തന്നെ ബെൽറ്റ് എവിടെ കൊണ്ടോ ഊരിട്ട് ചെല്ലു കണ്ടുപിടിക്കും. അവിടെ ചെല്ല് വേഗം അമ്മല്ല മോളെടുത്തിട്ട് വരാം. വേഗം വേഗം അതിൽ കുറച്ച് ചിപ്സും വെള്ളവും. ഇപ്പം ഉച്ച വരെ ഉള്ളൂ, 12 മണി 12:30 വരെ ഉള്ളൂ കേട്ടോ. ക്ലാസ് 10:30 മുതൽ 12:30 വരെയാണ് എക്സാം. ആ വണ്ടി പോരും. അത് കഴിഞ്ഞാൽ പിന്നെ എക്സാം കഴിഞ്ഞാൽ പിന്നെ 2:30 മണിക്കാണ് വണ്ടി എടുക്കുക. അപ്പോൾ ചോറൊക്കെ അവിടെ നിന്ന് ഓൾറെഡി വെല്ല തുറക്ക് നീ പൊളിച്ചിടുന്നു. വെല്ലപ്പോ നിൽക്ക് അമ്മ വരട്ടെ. വീഡിയോ എടുക്കാമെങ്കിൽ അമ്മ വരണ്ടേ? കൊണ്ടുപോകാനുള്ള വെള്ളമാക്കാട്ടോ. എന്നാ കേറിക്കോ ഞാൻ ചുൻ്റെ വണ്ടി വരികയാണ്. കാറ്റ് വിടട്ടെ. ബാക്കി കൊടുക്കാം. സ്ഥലണ്ടാ പൊന്തിക്ക്. കൈ
കൈ എടുക്കണേ. ഗൈസ്, ഇത് ഇവിടുത്തെ അമ്മാമ്മൻ്റെ മോൻ്റെ മോളെ കല്യാണത്തിന് ഞങ്ങൾ രണ്ടാളും ഒരേ കളർ ചേഞ്ച് വന്നു. ഒരു കളർ ഇതൊന്ന്, ഇത് കറുപ്പ്. ഇതിൽ ഏതാണ് ഗൈസ് നല്ല രസമെന്ന് കളറെന്ന് പറയണം. എന്നാലേ ഇതാണ് രസിച്ച ഞാൻ കിട്ടും, ഇതാണ് രസിച്ച ഞാൻ കിട്ടും. നിങ്ങൾ പറയുമ്പോൾ ഇത് രസമില്ലാന്ന് ഇത് പറയുമ്പോൾ ഞാൻ കിട്ടുക. ഇത് രണ്ടും ഇടാമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇത് ഞാൻ വേറെ മാറ്റി എടുക്കാം. അപ്പോൾ ഇതാ ഞാൻ അടിച്ചു വരാനും തുടയ്ക്കാനൊക്കെ പോവാണ്. അപ്പോൾ എൻ്റെ മാക്സി ഒന്ന് മാറ്റിയിട്ടാണ് ഞാൻ. അതെന്ന് വെച്ചാൽ മാക്സിയിൽ കറി വീതം പുറത്തുനിന്ന് എടുത്ത് ടേബിളിലേക്ക് കൊണ്ടുവന്ന് വെക്കണം. അതിൻ്റെ ഇടയിൽ കൂടി കറി കയ്യിൽ നിന്ന് സ്ലിപ്പായി മേത്ത് കൂടി തലത്തേക്ക് പോയില്ല, സ്ലിപ്പായി മേത്ത് കൂടി പോയി, കുറച്ച് പോയിട്ടാണ്. അപ്പോൾ ആ എഴുക്കൊക്കെ കൂടി ആയപ്പോൾ ഇങ്ങനെ ഒട്ടണ പോലെ തോന്നിയപ്പോൾ അത് മാറ്റിയതാണ്. പിന്നെ അതിന് ശേഷം ഞാൻ അഴുങ്ങലൊക്കെ അടിച്ചു കോരി തുടച്ച് പിന്നെ അങ്ങനെ ഓരോരോരോ ജോലികൾ ഇതുപോലെ തുടക്കലും അടിക്കലും കഴിഞ്ഞാൽ തന്നെ വലിയ ജോലി ഭാരം തീരുമല്ലോ. അപ്പോൾ അടിച്ചോലൊക്കെ കഴിഞ്ഞു. കുറച്ച് സോപ്പും പൊടി ഇട്ടിട്ട് ഒന്ന് തുടച്ച് കൊടുക്കും. നല്ല ടൈൽസ് അവിടെ രണ്ടിടത്ത് മാത്രം ടൈൽസ് കൊടുക്കും. ഇവിടെ ഒന്നും ടൈൽസ് ഇല്ലാത്തതുകൊണ്ട് സോപ്പ് പൊടി ഇട്ട് നല്ല നിറം ഉണ്ടാവും കേട്ടോ. ചെയ്യുന്നത് ഇങ്ങനെ കോടി എടുത്തിട്ട് ഒന്ന് നടക്കണം കേട്ടോ. എന്താ നമ്മൾ ഇവിടെയും കൂടി തുടയ്ക്കണം.
സോപ്പും പൊടി ഇട്ടിട്ട് എല്ലായിടത്തും ഫസ്റ്റ് തുടയ്ക്കും. തുട കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഒന്നുകൂടി വെള്ളം മാറ്റിയിട്ട് ഒന്നുകൂടി പെനലിട്ട് തുടയ്ക്കും. അങ്ങനെ 2 പ്രാവശ്യം 3 പ്രാവശ്യം തുടയ്ക്കും കേട്ടോ. ചൂൻ്റെ വണ്ടി കൊണ്ടുവന്നിട്ടതാണ്. അതൊക്കെ പിന്നെ കിട്ടിയിട്ട് അപ്പോൾ പിന്നെ ഞാൻ ചട്ടിയൊക്കെ തിരുമ്പി കൊണ്ടിട്ടതാണ്. കുറച്ചതിന് ശേഷം ചിക്കൻ്റെ ഒരു വേവ് ഞാൻ ഇപ്പോൾ ഇങ്ങനെ മസാലയൊക്കെ ഇങ്ങനെ ആക്കി. എന്തായാലും കൂടുതൽ മസാല ഒന്നും പോരില്ല കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഇട്ട് കൊടുക്കുമ്പോൾ നല്ല തിളച്ച വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ എവിടെയും പിടിക്കില്ല, മസാല ഇങ്ങനെ പൊന്തിയൊന്നും വരില്ല കേട്ടോ. ഇതിപ്പോൾ ഞാൻ ലാസ്റ്റ് തീ കുറച്ചതിന് ശേഷം ഈ ഒരു കഷ്ണം ഞാൻ ലാസ്റ്റ് ഇട്ട് കൊടുത്തു കേട്ടോ. ഈ ഒരു കഷ്ണം ലാസ്റ്റ് ഇട്ട് കൊടുത്തു. അതാണ് അതിമെന്നാണ് ആ മസാല വന്നിട്ടാണ്. നമ്മൾ നല്ല തിളച്ച വെളിച്ചെണ്ണയിലേക്ക് നല്ല ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പിടിച്ചു എന്ന് കണ്ടാൽ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസൊക്കെ ഒരു ദിവസം ഇനി ചിക്കൻ കൊണ്ടുവരുമ്പോൾ ഞാൻ കാണിക്കാം. ഞാൻ കൂട്ടാനായിട്ടില്ല, ഞാൻ കൂട്ടാനാകുമ്പോൾ ഞാൻ അതിൻ്റെ രുചിയൊക്കെ എനിക്ക് നോക്കാമല്ലോ. അപ്പോഴാണ് ഞാൻ അതിൻ്റെ ഇൻഗ്രീഡിയൻസൊക്കെ പറയട്ടോ. അല്ലെങ്കിൽ ഇനി ഉണ്ടാക്കുമ്പോൾ മോള് കൂട്ടിയിട്ട് പറഞ്ഞു തരും. അപ്പോൾ ഇതാ ദോശയ്ക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ചിക്കൻ കുറച്ചുണ്ട് ഇരിപ്പുണ്ട്. നിങ്ങൾ ഇന്നലെ കായം ഈ മസാല കൂട്ടി വെച്ചതാണ് കേട്ടോ. ഇന്നലെ വറുത്തിട്ട് രാത്രി കുറച്ചെടുത്ത് വറുത്തിരുന്നു, അത് കാണിച്ചിട്ടില്ല. അതിൻ്റെ ബാക്കി ബാലൻസാണ് ഇട്ടത്. ഞാൻ കഴിക്കാറില്ല, നോലുമ്പ് മുറിച്ചിട്ടില്ല. പക്ഷെ കുട്ടികളൊക്കെ അവരൊക്കെ പുറത്തുനിന്ന് കഴിക്കുന്നവരാണ്. അപ്പോൾ ഈ മാലിട്ട് ഒക്കെ പോയി വന്നാലും അവർ മുറിക്കാറില്ലായിരുന്നു. ഇപ്രാവശ്യം അവർ പുറത്തുനിന്ന് കഴിച്ചിട്ട് അവർക്ക് കഴിക്കേണ്ട സാഹചര്യം വന്നപ്പോൾ മുറിച്ചു. അപ്പം സാഹചര്യം വന്നപ്പോൾ മുറിച്ചു. അപ്പം ഇനി ഞാൻ എൻ്റെ കയ്യിലൊന്ന് എടുക്കട്ടെ കേട്ടോ. അപ്പം ഇതാ അങ്ങനെ നൂലുമ്പൊക്കെ മുറിച്ച കാരണം ഇപ്പോൾ ഇവിടെ ലൂണ ഉണ്ടല്ലോ, ലൂണയ്ക്ക് കുറേ ദിവസമായിട്ട് ചിക്കനും മീനും ഒന്നും മുട്ടയൊന്നും കഴിക്കാതായിട്ട് തീരെ വയ്യ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു മീൻ മുട്ടയും അങ്ങനെ ചിക്കനൊക്കെ മേടിച്ച് കൊടുക്കണം കേട്ടോ. നോലുമ്പാണ് എന്ന് പറഞ്ഞപ്പോൾ കുറച്ച് അതിനുള്ള എന്തെങ്കിലും കുറച്ച് ഇതുണ്ടാവുമല്ലോ, നോലുമ്പിൽ കഴിക്കാൻ പറ്റാത്തതിലും അതിൽ വേറെ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ അവർക്ക് കൊടുക്കാനുണ്ടാവുമല്ലോ. ഹലോ, അപ്പോൾ ഞാനിതാ രാവിലെ കുട്ടിക്കുള്ള രാവിലെ ചായയും കടിയൊക്കെ ഉണ്ടാക്കി, ദോശ ഉണ്ടാക്കി. ഇന്നലത്തെ കുറച്ച് കറി ഉണ്ടായിരുന്നു, ചിക്കൻ വറുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചു. ഞാൻ ചായ കുടിച്ചു, അങ്ങനെ കടിച്ചു തുടച്ചു. പിന്നെ ഇതാ കുളി കഴിഞ്ഞ് ഞാൻ വന്നു. പിന്നെ എനിക്ക് ഇന്ന് നേരം വൈകിട്ടോ വെച്ചാൽ അപ്പോൾ ഇതാ ചിക്കൻ വറുത്ത വെളിച്ചെണ്ണ അതൊന്ന് മാറ്റിക്കാം.
ചോറ് ഇത് എൻ്റെ പഴയതാട്ടത്. ഇതിൻ്റെ പഴയതാണ്, പക്ഷെ പഴയതിൻ്റെ ഇവിടെ ഇങ്ങനെ പോന്നിട്ടുണ്ട്. അപ്പം ഇനി എന്തെങ്കിലും പ്രശ്നം നമ്മുടെ ഗ്യാസിന് ചെയ്യുമ്പോൾ വന്നിട്ടുണ്ടെങ്കിലൊന്നും പേടിച്ചിട്ട് ഉപയോഗിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇതാ കുറച്ച് മുന്നേ ഞാൻ മീശോന്ന് മേടിച്ച് വെച്ചതാണ്. തുരുമ്പ് പിടിക്കൽ തുടങ്ങി ഉപയോഗിക്കാണ്ടായിട്ടേ. അപ്പോൾ ഇതാ ഇതാണ് ചെയ്യുന്നത് കേട്ടോ. മത്തൻ ഇതിൽ മത്തനെ ഞാൻ നന്നാക്കി എടുക്കുകയാണ്. വെള്ളം ഞാൻ കുക്കറിൽ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലോട്ട് മത്തൻ തേങ്ങ വെക്കാം. കുറച്ച് വെള്ളം നിറച്ചിട്ട് തേങ്ങ ഇടാൻ ആളില്ലാത്തതുകൊണ്ടാണ്. തേങ്ങ ഉണ്ട്, തേങ്ങ ഇടാൻ ആളില്ലാത്തതുകൊണ്ട് തേങ്ങ കുറവാണ്. ഈ സാമ്പാറിന് ഞാൻ തേങ്ങ വറുത്ത് വെച്ചിട്ടുണ്ട്, പക്ഷെ എൻ്റെ മോന് പറ്റില്ല. കാരണം നമ്മൾ മലയ്ക്ക് പോകുന്ന സമയത്ത് വല്ലപ്പോഴും സാമ്പാറുകൾ അധികം വെക്കുന്ന കാരണം എനിക്കിഷ്ടമാണ് മോലുമ്പിലൊക്കെ ഇട്ടാൽ. അപ്പം ഞാൻ സാമ്പാറിന് വയ്ക്കുന്ന സമയം അവന് അത് മടുത്തു. പിന്നെ പറയും മലയ്ക്ക് പോയോ അവിടുന്നും സാമ്പാറിന്, എവിടുന്നും സാമ്പാർ, വീട്ടിലും സാമ്പാർ, പുറത്തും പോയ സാമ്പാർ, അനങ്ങിയ സാമ്പാർ. കാരണം മോലുപിടിക്കാൻ ബുദ്ധിമുട്ടാണ് എനിക്ക് തോന്നുന്നില്ലാന്ന്. അത്രയ്ക്ക് സാമ്പാറിൻ്റെ വെറുപ്പ് തോന്നിയെന്നൊക്കെ പറഞ്ഞ് പിന്നോടിട്ടാ. അപ്പം അത് സാമ്പാർ തേങ്ങ വറുത്ത് വെച്ചിട്ടുണ്ട്, എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ അത് എനിക്ക് എടുക്കാൻ പേടി. കാരണം അവന് കറി കൂട്ടില്ല, ഞാൻ വേറെ ഉണ്ടാക്കും എന്ന് വെച്ചിട്ട് വല്ലപ്പോഴും സാമ്പാർ ഉണ്ടാക്കാൻ വെച്ചിട്ട് തേങ്ങ അവിടെ തന്നെ വെച്ചു. പച്ച തേങ്ങ ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ സിമ്പിൾ പണിയാണ്. തേങ്ങ ഇല്ലാത്ത ആളുകളൊന്നുമല്ല, തേങ്ങയ്ക്ക് അത്യാവശ്യം 3 തേങ്ങയൊക്കെ ഉണ്ട്. പക്ഷെ എന്താ ചെയ്യുക, മക്കൾ കൂട്ടുകൂടി. അപ്പം തന്നെ ഞാൻ ഒരു നല്ലൊരു പച്ചമുളക് കഴുകിയിട്ട് ഞാൻ ഡ്രെയിൻ ചെയ്ത് വെച്ചതാണ് ഈ ഫോൺ ഇതിലിട്ടാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. പച്ചമുളക് പച്ചമുളകല്ല, ഒരു മുളക് പൊടി നിർത്തല്ലേ, ഒരു 1.5 പച്ചമുളക് ഞാൻ ഇട്ടാം. ഇതിൻ്റെ മുകളിൽ കുറച്ച് ഒരു കവർ വെച്ചാൽ മുളക് കുറേയൊക്കെ ഇരിക്കട്ടെ. ഞാനൊന്ന് ചെയ്ത് കൊണ്ട് ചെയ്യുന്നത് അങ്ങനെ ആയിരിക്കും. അത് പറഞ്ഞേ ഉള്ളൂ. നിങ്ങൾ പോകുമ്പോൾ കത്തിയില്ലല്ലോ, പിന്നെ എങ്ങനെ വരുമ്പോൾ കത്തിന്ന് മുള്ളമീൻ എന്ന് പറഞ്ഞത് എങ്ങനെയാണ് പല നാട്ടിലേക്കും എനിക്കറിയില്ല. മുള്ളമീൻ, വെത്തള്, അയില, പിന്നെന്താ മാന്തള്, പിന്നെ മത്തി. ഇതും കുഞ്ഞുമത്തി നല്ല രസമുണ്ടായിരുന്നു. അതും കൂടി ഞാൻ ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കുഞ്ഞുമത്തി കഴിഞ്ഞിട്ടാണ് അത് ഞാൻ ഇവിടെ ഉള്ളേൻ്റെ പെങ്ങൾ കൊടുത്തു. ഷീബ വീടിൻ്റെ തൊട്ടടുത്തുണ്ട്, അവർക്ക് കൊടുത്തു. ഇവിടെ ചേച്ചിക്ക് അമ്മയ്ക്ക് കൊടുത്തു കുറച്ച്, കഴിഞ്ഞ പ്രാവശ്യം ഉണക്കിയിട്ട്. പിന്നെ തുളസിക്ക് കുറച്ച് കൊടുത്തു. അങ്ങനെയൊക്കെ മത്തി കഴിഞ്ഞു. എൻ്റെ വീട്ടിലേക്ക് വേണ്ടാന്ന് വെച്ചിട്ട് ഞാനെന്ത് ചെയ്തു, ലാസ്റ്റ് ഞാൻ തന്നെ ഉണക്കിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടായി തിന്നാലോ എന്ന് വിചാരിച്ചു. ഉണക്കലായാൽ മതിയല്ലോ. പക്ഷെ എൻ്റെ മൂത്തർക്കത് പറ്റില്ല. ഉണ്ണേട്ടൻ പറഞ്ഞത് എന്താ വെച്ചാൽ അവർ പറഞ്ഞു ഉണക്കുന്നതൊക്കെ ഫ്രഷ് നല്ല തന്നെയാണ്, പക്ഷെ കഴമ്പില്ലാതെ എനിക്ക് തിന്നൊരു കാര്യമില്ല. അപ്പോൾ കഴമ്പ് തിന്ന ശീലം ഇവിടുത്തെ അച്ഛനൊക്കെ കഴമ്പുള്ള മീനൊക്കെ ഇഷ്ടം, വലിയ ഇഷ്ടമല്ല. അപ്പോൾ ഇതിന് കഴമ്പില്ലാത്തത് പറഞ്ഞു. എനിക്ക് പൊതുവേ പല്ലില്ല. അപ്പോൾ ഈ കഴമ്പില്ലാത്ത മീൻ കൂടി കൊടുത്തയക്കേണ്ട, പുറത്തുനിന്ന് വാങ്ങിച്ച മതിയെന്ന് പറഞ്ഞു. അതാണ് കഴമ്പുള്ളത്.
പക്ഷെ എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. അപ്പം ഞാൻ അത് കൊടുത്തയക്കും. ഞാനിവിടെ പിന്നെ അങ്ങനെ അതാണ് ഉണക്കലിൻ്റെ ഒരു കഥ. അതിൽ കുറച്ച് ഉപ്പുണ്ട്, കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇടും. ചിലവർ ഇങ്ങനെ വറക്കുണ്ടാവും. കുറച്ച് എരിവൊക്കെ വേണം. അത്യാവശ്യം മഞ്ഞൾപ്പൊടി കൂടുതൽ ആഡ് ചെയ്യുന്ന ഒരാളാണ്. എനിക്കിഷ്ടമാണ് മഞ്ഞൾപ്പൊടി കൂടുതൽ ഉപയോഗിക്കാൻ. ഞാൻ ഉപ്പ് കുറച്ച് ഇടുന്നുള്ളൂ കേട്ടോ. ഉപ്പ് ഉണ്ട് ഇതിൽ, പക്ഷെ വെള്ളത്തിൽ കൂടുതൽ ഇട്ട് വെച്ചതുകൊണ്ട് ഓക്കെ. നമുക്ക് ഉണ്ടാക്കാം. ഇതാ വെള്ളം തിളച്ചു. ഇതൊന്ന് കൂട്ടി കൊടുക്കാം. അവിടെ കിടന്ന് വെന്തോളും. ഒന്ന് ഇളക്കി കൊടുക്കട്ടെ കേട്ടോ. അപ്പോൾ ചോറ് വേവട്ടെ. കറി അതിൻ്റെ ഗ്ലാസ് ഏറൊക്കെ ഒന്ന് പോട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് അടുത്തുണ്ടാക്കാം. അപ്പോൾ ഇതാ മത്തൻ കറി വെന്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഉടച്ചിട്ട് നമുക്ക് വറവ് ചേർക്കാം കേട്ടോ. കൂട്ടാനുള്ള വറവിടാൻ വേണ്ടിയിട്ടാണ്. പോവുകയാണ്. പാവം എന്താ കഴിഞ്ഞാൽ കാർമയ്ക്ക് ചാടുകയാണ്. കാർ ഇതാക്കിയിട്ട് എന്നിട്ട് കാർ പോകാൻ വൈത്താലോടി കടഞ്ഞപ്പോൾ നിന്ന് അവിടെ ഇരുന്ന് പാവം. എന്നിട്ട് അതിലെന്ത് എഴുതിയിരിക്കുന്നത് നോക്കാൻ വയ്യാൻ ഒരിക്കലും നിങ്ങൾ മേടിക്കാൻ നിൽക്കരുത്. എന്ത് നിങ്ങൾ കാണിക്കണേ? രാക്ഷസ മറ്റേ ഗ്യാസ് നോക്കിയിട്ട് കുട്ടിയെ
തോനെ മുട്ട മേടിച്ച് വെക്കണം. കുറേ മുട്ട മേടിച്ച് എന്നൊക്കെയല്ല വായ അച്ഛൻ്റെ നായിട്ടുണ്ട് അപ്പോൾ ഇതാ ചിക്കൻ വറുത്തത് കൂട്ടിയിട്ട് മറ്റാൾ റിച്ച് മോന് ദോശ തിന്നിട്ട് ഒരു 3-4 ദോശ തിന്നു കേട്ടോ. ഞാൻ ചുട്ടു കൊടുക്കുന്നതനുസരിച്ച് ടാബ് കണ്ടിട്ടുണ്ടെങ്കിൽ അവന് എന്തെങ്കിലുമൊക്കെ കഴിക്കും കേട്ടോ. ശീലാക്കിയതല്ല, ശീലാക്കിയതാണോയെന്ന് വെച്ചാൽ സ്വയമായിട്ട് ഞാനായിട്ട് ശീലാക്കിയതല്ല. കഴിക്കുന്നുണ്ടെങ്കിൽ ടാബ് തന്നാൽ കഴിക്കാമെന്ന് പറയുമ്പോൾ എങ്ങനെയെങ്കിലും കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് ടാബ് തുറന്നു കൊടുക്കും. അപ്പോൾ അത് കണ്ടുകൊണ്ട് ഇങ്ങനെ അത് നോക്കി അവനെ ചിഞ്ച എന്നുള്ളൊരു പ്രോഗ്രാമുണ്ട്, അത് കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കും. അങ്ങനെ ഇരുന്ന് കഴിക്കും. അപ്പോൾ വയറെന്ന് പറയുന്നത് അവൻ ചിലപ്പോൾ അറിയില്ല. അപ്പോൾ ഒരു 3-4 ദിവസം ചൂടോടൊക്കെ ചുട്ട് കൊടുക്കുമ്പോൾ അവനത് കഴിക്കുന്നുണ്ട്. അപ്പോൾ 2-3 കഷ്ണം ചിക്കൻ കഷ്ണം കൊടുത്തു. പിന്നെ എനിക്ക് അവൻ്റെ കണ്ണ് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഉറക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ഞാൻ പിന്നെ വേഗം ചുട്ട് കൊടുത്താട്ടാ. അതും ചിക്കൻ കഷ്ണങ്ങൾ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അതുകൊണ്ട് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ചോറുണ്ടില്ല എന്ന് എനിക്കെല്ലാം ഉറപ്പായിരുന്നു. അങ്ങനെ പിന്നെ അവന് കൊടുത്തു. അവനങ്ങനെ അത് കഴിച്ചു കഴിഞ്ഞു. പിന്നെ ടോയ്ലറ്റ് റൂമിൽ പോയി. കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ ഒരു 8:30-9 മണിയായി നോക്കിയപ്പോൾ കണ്ടു ഉറങ്ങി കിടക്കുന്നു. അപ്പോൾ സച്ചു മോനോട് പറഞ്ഞെങ്കിൽ പോയിട്ട് ഇത് ചെയ്യ്, എന്നിട്ട് നമുക്ക് ഓരോ നീക്കി കിടത്തില്ല, തട്ടത്താണ് വീണ് പോകുന്നുണ്ട്. അപ്പോൾ നീക്കി കിടത്തി. അങ്ങനെ പിന്നെ ഉറങ്ങിയതിന് ശേഷം പിന്നെ ഞങ്ങൾ വീണ്ടും അടുക്കളയ്ക്ക് വൈകുന്നേരത്തെ ചായക്കടി ഭവ്യ മുട്ട ഉണ്ടാക്കണം. വിശക്കുണ്ട് പറഞ്ഞപ്പോൾ 2 കോഴിമുട്ട എടുത്ത് ഓള് ചിക്കൻ തുടങ്ങി. പാത്രങ്ങൾ കഴുകുന്ന വൈകുന്നേരത്താണ്. ബാക്കിയുള്ളൊക്കെ ഇന്ന് ഞാൻ ചെയ്തു. എന്താണെന്ന് പറയാൻ ഇങ്ങനെ വെക്കില്ല വെളിച്ചെണ്ണേൻ്റെ. അപ്പൊ അതിനാ വരുന്നത് കണ്ടില്ല ജി. നമുക്ക് പാത്രം വീതത്തൊക്കെ തുടയ്ക്കാം. അതുകൊണ്ട് അപ്പോൾ അതാ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ. വൈകുന്നേരം വരെ ഉള്ളത്. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഒരിക്കൽ കൂടി ഓക്കെ ബൈ. നാളെ നമുക്ക്